ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് നിങ്ങൾക്ക് ഇംഗ്ലീഷിലെ നാച്ചുറൽ പ്ലെൻറ്റി യൂണിറ്റ് 1 നാച്ചുറൽ പ്ലെൻറ്റിയിലെ ഹൗ ഫാർ ഇസ് ദ റിവർ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും വിറ്റേഴ്സ് ചാനൽ കണ്ടിട്ട്. അപ്പോൾ അതിൽ ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റീസും കൂടെ നമ്മൾ ചെയ്യണമല്ലോ. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലൂടെ പോവാം. അപ്പോൾ ഫസ്റ്റത്തെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ കഥ ഓർമ്മിച്ച് തന്നിരിക്കുന്നവ ഉചിതമായി പൂർത്തിയാക്കണം. അപ്പോൾ ഇത് കൂട്ടുകാർ താനേ ചെയ്യേണ്ടതാണെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓരോ സെൻറ്റൻസിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളത് സ്വയം ചെയ്യുമല്ലോ. അപ്പോൾ ആദ്യത്തേത് ദ സെൻറ്റൻസസ് ദാറ്റ് ഇംപ്രസ്ഡ് യു ദ മോസ്റ്റ്, ഏറ്റവും ഹൃദ്യമായി തോന്നിയ വാക്യങ്ങൾ. അടുത്ത രണ്ടാമത് ദ മൊമെന്റ് യു എൻജോയ്ഡ് ദ മോസ്റ്റ്, ഏറ്റവും സന്തോഷിച്ച നിമിഷം. മൂന്നാമത് ദ ക്യാരക്ടേഴ്സ് യു ടച്ച്ഡ് യുവർ ഹേർട്ട്, നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ച കഥാപാത്രങ്ങൾ. നാലാമത് ദ പിക്ചേഴ്സ് ദാറ്റ് ഫ്ലാഷ്ഡ് ത്രൂ യുവർ മൈൻഡ്, മനസ്സിലൂടെ മിന്നി മറഞ്ഞ ചിത്രങ്ങൾ. ഇത് 4 നിങ്ങളുടെ അടുത്ത് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നോക്കിയിട്ട് എഴുതാം. രണ്ടാമത്തെ ആക്ടിവിറ്റിയിലൂടെ പോവുകയാണെങ്കിൽ പ്രകൃതിയിലൂടെ നടന്ന ശേഷമുള്ളൊരു ബാലൻ്റെ ചിന്തകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാനതൊന്ന് വായിച്ചു തരാം. റീസെൻ്റ്ലി ഐ വിസിറ്റഡ് എ മൗണ്ടെയിൻ വാലി, ദ മാഗ്നിഫിഷ്യൻറ്റ് വാലി ഓഫ് കാശ്മീർ. ഇറ്റ് വാസ് സറൗണ്ടഡ് ബൈ snow-capped lofty mountains which need it a land of springs and beautiful lakes. For a moment, I wondered whether I was in heaven. Really, Kashmir is a land of paradise. അപ്പോൾ ഇതൊരു പ്രകൃതിയിലൂടെ നടന്ന ഒരു ബാലൻ്റെ ചിന്തകളാണ്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ദ വേർഡ്സ് ഫ്രേസസ് ഹി യൂസ് ടു എക്സ്പ്രസ് ഹിസ് തോട്ട്സ്, റൈറ്റ് ദം ബിലോ. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമ്മളെ പറഞ്ഞറിയിക്കാൻ വേണ്ടിയിട്ട് അവൻ യൂസ് ചെയ്ത വേർഡ്സ് ആണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ആ വേർഡ്സ് എന്ന് പറയുന്നത് ഐ വണ്ടേർഡ് വെദർ ഐ വാസ് ഇൻ ഹെവൻ, അതാണ് അവൻ അതിൽ യൂസ് ചെയ്തിട്ടുള്ള. അവൻ അതിനെ ആ ഒരു സിറ്റുവേഷനെ ഒന്ന് പറഞ്ഞറിയിക്കാൻ യൂസ് ചെയ്ത ആ ഒരു വേർഡ് ഐ വണ്ടേർഡ് വെദർ ഐ വാസ് ഇൻ ഹെവൻ എന്ന് പറയുന്ന ആ ഒരു സെൻറ്റൻസ് തന്നെയാണ്. അതൊരു നല്ലൊരു ഹേർട്ട് ടച്ചിങ് സെൻറ്റൻസ് തന്നെയാണ്. നമുക്ക് അടുത്ത പേജിലെ 3ാമത്തെ ആക്ടിവിറ്റിയിലോട്ട് പോവാം. ദ ബോയ് ഹു ഗോസ് ഇൻ സെർച്ച് ഓഫ് ദ റിവർ ഫീൽസ് ഡിസ്കറേജ്ഡ് വെൻ ഹി മിസ്സസ് ദ വില്ലേജ് ബോയ്, ലുക്സ് അപ്പ് ആൻഡ് ഡൗൺ ദ മൗണ്ടൻസ് പാത്ത് ബട്ട് സീസ് നോ വൺ. അപ്പോൾ നമ്മുടെ കഥയിലെ ആ കുട്ടി റിവറിനെ സെർച്ച് ചെയ്ത് പോയപ്പോൾ അവൻ വില്ലേജ് ബോയായിട്ട് പരിചയപ്പെട്ടല്ലോ. അപ്പോൾ വില്ലേജ് ബോയ് അവനെ വിട്ടു പോയപ്പോൾ അവന് നല്ലപോലെ എന്തോ ഒരു വിഷമം, ഡിസ്കറേജ്ഡ് ആയിപ്പോയി. പോകുന്നതിൽ നിന്ന് തിരിച്ചു പോയാലോ അങ്ങനൊരു തോന്നൽ വന്നു. അപ്പോൾ അവൻ എങ്ങോട്ട് നോക്കിയാലും ആരെയും ഒന്നും കാണുന്നില്ല. ഹിസ് ഹോം is hidden from view by the side of the mountain and the river is not in the sight either. He wishes someone were with him. അപ്പോൾ അവൻ്റെ വീട് അവൻ്റെ കൺമറയത്ത് നിന്ന് പോയിരുന്നു, പക്ഷെ റിവർ അവൻ്റെ സൈറ്റിൽ നിന്ന് ഇതുവരെയ്ക്കും എത്തിയിട്ടില്ല. അപ്പോൾ അവൻ്റെ കൂടെ ആരെങ്കിലും വന്നാൽ മതി എന്നവൻ ആഗ്രഹിച്ചു. അപ്പോൾ അപ്പോഴുള്ള അവൻ്റെ മനസ്സിൽ എന്ത് ചിന്തകളായിരിക്കും ഉണ്ടാവുക, അതാണ് നമ്മൾ എഴുതേണ്ടത്. അതാണ് നമ്മുടെ 3ാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളത് ഒറ്റയ്ക്ക് എഴുതുമല്ലോ അല്ലേ, നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആക്ടിവിറ്റി 4 ദ ഫോളോയിങ് ആർ ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് എ പാത്ത് ടു ഹിൽ, റീഡ് ദം. അപ്പോൾ ഇവിടെ കോളം എയും കോളം ബിയും കൊടുത്തിട്ടുണ്ട്. കോളം എയിലും കോളം ബിയിലും അവൻ നടന്നു പോയ ആ പാത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ കോളം എ വായിച്ചു തരാം. The path was steep, it was a dizzy, winding one.
The hill was covered with lush green ferns, the trees were wound with creepers, and a great wild dahlia would suddenly rear its golden head. From the leaves and ferns a trickle of water came from the hillside. The water was cold and sharp but very refreshing. കോളം ബിയിലോട്ട് പോവുകയാണെങ്കിൽ the path was steep, the hill was covered with ferns, trees and dahlias. Water came from the hillside, the water was refreshing. അപ്പോൾ ഇതാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ 3 ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇറ്റ്സ് ഡിസ്ക്രിപ്ഷൻ ഈസ് മോർ ഇൻട്രസ്റ്റിംഗ്. അതെ, ഏറ്റവും കൂടുതൽ നല്ലൊരു ഇൻട്രസ്റ്റ് ആയിട്ട് പറഞ്ഞത് കോളം എ തന്നെയാണ്. അടുത്ത് ലിസ്റ്റ് ദ വേർഡ്സ് വിച്ച് ആഡ് ഗ്രേറ്റർ എഫക്റ്റ് ടു ദ ഡിസ്ക്രിപ്ഷൻ. ഒരു നല്ലൊരു കുറച്ച് വേർഡ്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ഏത് വേർഡ്സ് ആണെങ്കിലും ഒരു നല്ലൊരു എഫക്റ്റ് കൊടുത്ത വേർഡ്സാണ് നമ്മുടെ അടുത്ത് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് സ്റ്റീപ്പ്, ഡിസി, വൈൻഡിങ് ആണ്. ആ 3 വേർഡ്സാണ് നല്ലൊരു എഫക്റ്റ് കൊടുത്തിട്ടുള്ളത്. പാത്തിനെ കുറിച്ച് നല്ല പോലെ പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൗണ്ട് ഔട്ട് ദ വേർഡ്സ് ദാറ്റ് ഡിസ്ക്രൈബ് ദ പ്ലേസ്. ആ പ്ലേസിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്സിനെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ആൻസർ എന്ന് പറയുന്നത് കവേർഡ് വിത്ത് ലൂഷ് ഗ്രീൻ ഫേൺസ്, ട്രീസ് ആൻഡ് ഡാലിയാസ്. കവേർഡ് വിത്ത് ലൂഷ് ഗ്രീൻ ഫേൺസ്, ട്രീസ് ആൻഡ് ഡാലിയാസ്. നമുക്ക് 5ാമത്തെ ആക്ടിവിറ്റിയിലോട്ട് പോവാം. Imagine that after several years the boy visits the place again. He notices that the place has changed a lot. It has become a tourist spot now. What could be the changes? Describe it in your own words. ഇപ്പോഴും നിങ്ങളൊരു സ്ഥലം സന്ദർശിച്ചിട്ട് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു സ്ഥലത്ത് പിന്നെയും പോയപ്പോൾ ഒരു ബോയ് അങ്ങനെ വിസിറ്റ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ബോയ് പിന്നെ ആ ഒരു സ്ഥലത്തോട് പോയപ്പോഴത്തേക്കും പിന്നെ ഇപ്പോഴും അതൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. അപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് അവിടെ കാണാൻ കഴിയും, അതാണ് നമ്മുടെ ഓൺ വേർഡ്സിൽ ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ വേണ്ടി നിങ്ങൾക്ക് ഇതിൽ ക്ലൂസ് ഒക്കെ തരാം. ഇപ്പോഴതൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. കുത്തനെയുള്ള പാത്സൊക്കെ ഇപ്പോൾ ലെവൽ ചെയ്തും ടാർഡ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല മോഡേൺ ഹോട്ടൽസും ടൂറിസ്റ്റ് വില്ലാസൊക്കെ ഇവിടെ എല്ലാം കാണാറായി. പിന്നെ കുറേ ഷോപ്സും ഇവിടെ ഉണ്ട്. ടൂറിസ്റ്റ് വെഹിക്കിൾസും ഗൈഡ്സും ഒക്കെ ഭയങ്കര നോയ്സസ്, അവർ പറയുന്നൊക്കെ ശബ്ദങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കേൾക്കുന്നുണ്ട്. പണ്ട് കാരണം കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഭയങ്കര സൈലൻസ് ആയിരുന്നല്ലോ. അപ്പോൾ ഇന്ന് ഹൺഡ്രഡ്സ് ഓഫ് ടൂറിസ്റ്റ്സ് ആണ് ഇവിടെ വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ബ്യൂട്ടിഫുൾ ഏരിയ ആണ്. പിന്നെ ഭയങ്കര വിഷമമുണ്ട് ഒരു കാര്യം പറയാൻ. കാരണം ഇപ്പോഴും ഇവിടെ പ്ലാസ്റ്റിക്കും ചപ്പുചവറൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. നല്ല ക്ലീൻ ആക്കുന്നില്ല. അപ്പോൾ ഇനിയും കുറേ വർഷങ്ങൾക്ക് ഈ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് നീണ്ടു നിൽക്കും തോന്നുന്നില്ല. കാരണം ഇതിപ്പോഴും മലിനമാക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു ക്ലൂസ് ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി എഴുതാം കേട്ടോ. അടുത്തത്, the boy notices a few placards and posters with the slogans written by love of nature. Read the slogans. അപ്പോൾ ഇത് വായിക്കാനാണ് അവർ പറയുന്നത്. സേവ് ട്രീസ്, സേവ് വാട്ടർ, സേവ് ട്രീസ്, ഹെൽപ്പ് us breathe. What is the message conveyed in the above slogans? എന്തൊക്കെ മെസ്സേജസ് ആണ് ഇവിടെ നിന്ന് അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്? അത് നമ്മുടെ സ്വന്തം വേർഡ്സിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വേണമെങ്കിൽ നമുക്ക് കൺസേർവ് നേച്ചർ ടു സർവൈവ് ഒക്കെ എഴുതാം കേട്ടോ. അടുത്തത്, നൗ റൈറ്റ് അതർ സ്ലോഗൻസ് ഓൺ ദ നീഡ് ടു കൺസേർവ് നേച്ചർ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കുറേ മെസ്സേജസ് ഇതിൽ എഴുതാം, നിങ്ങൾക്കറിയാവുന്നത്. അടുത്ത ഡിഫോറസ്റ്റേഷൻ പോസ്റ്ററിനെ നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതന്നെ, what do you see in this poster? Write in the boxes given below. ഈ പോസ്റ്ററിൽ കാണുന്നത് എന്താണ് നമുക്ക് മനസ്സിലായത് അത് ഇതിനനുസരിച്ച് എഴുതാം. പിന്നെ ടൈറ്റിൽ എന്താണ്? അതെ, ലെൻഡ് എ ഹെൽപ്പിംഗ് ഹാൻഡ്. ഇല്യൂസ്ട്രേഷൻ എന്താണ്?
അതെ, ആദ്യത്തെ പിക്ചർ ഷോയിങ് ചിൽഡ്രൻസ് ലവ് ഫോർ ട്രീ. രണ്ടാമത്തെ പിക്ചർ ഓഫ് എ ഡാമേജ്ഡ് ഫോറസ്റ്റ്. അടുത്ത സ്ലോഗൻ എന്താണ്? നോ ട്രീസ് നോ മാൻ. ഇവിടെ എഴുതിയിട്ടുണ്ട് നോ ട്രീസ് നോ മാൻ. അടുത്തത് ഇൻസ്ട്രക്ഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഡു നോട്ട് കട്ട് ട്രീസ്. മെസ്സേജ് എന്താണ് ഇതിൽ കൂടെ പറഞ്ഞത്? അതെ, സ്റ്റോപ്പ് ഡിഫോറസ്റ്റേഷൻ, സേവ് നേച്ചർ. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റി കഴിഞ്ഞു. അടുത്തത് It means that the Nature Club of your school is going to conduct a poster making competition in its connection with the World Environment Day. Prepare a poster for the competition. ഇപ്പം നമ്മുടെ സ്കൂളിലൊരു പോസ്റ്റർ മേക്കിംഗ് കോമ്പറ്റീഷൻ നടക്കുകയാണ്, അതായത് എൻവയോൺമെൻറ്റ് ഡേൻ്റെ ആസ്പദമാക്കിയിട്ട്. അപ്പോൾ നമ്മൾ ഇതിലൊരു പോസ്റ്റർ തയ്യാറാക്കണം. ആക്ടിവിറ്റി 8 ആണ് ഇപ്പോൾ കാണുന്നത്. റീഡ് ദ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദ ബോയ് ഇൻ ദ സ്റ്റോറി ഹൗ ഫാർ ഇസ് ദ റിവർ. അപ്പോൾ ഈ ബോയിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ വായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടുള്ളത് അതിൻ്റെ താഴെ എഴുതിയിട്ടുള്ളത് വാട്ട് ആർ ദ വേർഡ്സ് യൂസ് ടു ഡിസ്ക്രൈബ് ദ ബോയ്. അപ്പോൾ എന്തൊക്കെ വേർഡ്സാണ് ആ ബോയിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്? ആദ്യം എഴുതിയിട്ടുള്ളത് ഫിസിക് എന്ന് പറയുന്ന ആ വേർഡാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സ്റ്റഡി എന്നാണ്. രണ്ടാമത്തേത് ഹെയറിനെ പറ്റിയിട്ട് എന്താണ് എഴുതിയിട്ടുള്ളതെന്നാണ്. ഹെയറിനെ പറ്റിയിട്ട് ബ്ലാക്ക് എന്നാണ് എഴുതിയിട്ടുള്ളത്. മൂന്നാമത് ഐസ് എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ എഴുതിയിട്ടുള്ളത്? ബ്ലാക്ക് എന്ന് തന്നെയാണ്. സ്കിന്നിനെ കുറിച്ച് ഏത് കളറാണോ എങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്? അതെ, ബ്രൗൺ എന്ന് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അടുത്തത് ദ ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്. അപ്പോൾ അതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ളത് റഫ് ആൻഡ് സ്ക്രാച്ച്ഡ്. ഇനി അടുത്ത ഒരു ആക്ടിവിറ്റിയിലൂടെ പോവാം. ദ ബോയ് മീറ്റ് എ ഗേൾ ഓൺ ഹിസ് വേ ടു ദ റിവർ. ഡിസ്ക്രൈബ് ദ ഗേൾ വിത്ത് ദ റെഫറൻസ് ടു ദ ഫോളോയിങ്. റൈറ്റ് ഇറ്റ് ബിലോ. അപ്പോൾ ഒരു ഗേളിനെ പോകുന്ന വഴി അവൻ കണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ആ ഗേളിനെ കുറിച്ച് എന്താണ് എഴുതിയിട്ടുള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അപ്പിയറൻസ്, ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഗേളിനെ കുറിച്ച് ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതണം. അപ്പോൾ അതൊരു 15 year old ഗേളാണ്. നല്ല സ്ലിമ്മും ബ്യൂട്ടിഫുള്ളും ആയിട്ടുള്ള ഒരു ഗേളാണ്. അപ്പോൾ നമുക്കത് ഓൺ വേർഡ്സിലാണ് എഴുതേണ്ടത്. എന്നാലും ഞാൻ പറഞ്ഞുതരാം. ദ 15 year old girl is slim and beautiful. She has long thick hair. Her eyes are black and shining. She is fair complexed and her hands and feet are not much short. She is talkative and smart. She is really friendly but a little absent-minded. അതാണ് നമ്മുടെ ആ കഥയിൽ ആ കുട്ടീനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്തത് ഹിയർ ഈസ് എ ലെറ്റർ റിട്ടേൺ ബൈ അനുഷ്ക. റീഡ് ആൻഡ് ഫൈൻഡ് ഹൗ അനുഷ്ക ഹാസ് ഓർഗനൈസ്ഡ് എ ലെറ്റർ. അപ്പോൾ ഇതൊരു അനുഷ്ക എന്ന് പറയുന്ന കുട്ടി ഒരു ലെറ്റർ എഴുതിയതാണ്. അപ്പോൾ അവൾ എങ്ങനെ എഴുതിയത്, എങ്ങനെയൊക്കെ ഒരു ഇത് വെച്ചിട്ട് അവൾ എഴുതിയിട്ടുണ്ടല്ലോ, അതെങ്ങനെ എഴുതിയെന്ന് നമ്മൾ നോക്കണം. അതായത് എല്ലാം അവൾ ലെഫ്റ്റ് സൈഡിലാണ് എഴുതിയിട്ടുള്ളത്. അതൊരു പോയിന്റ് ആണല്ലോ അല്ലേ? അടുത്തത് ദ ബോയ് ഇൻ ദ സ്റ്റോറി ഹൗ ഫാർ ഇസ് ദ റിവർ ഈസ് ത്രിൽഡ് ആഫ്റ്റർ വിസിറ്റിംഗ് ദ റിവർ. ഹി ഡിസൈഡഡ് ടു റൈറ്റ് എ ലെറ്റർ ടു ഹിസ് ഫ്രണ്ട് ടു ഷെയർ ഹിസ് എക്സ്പീരിയൻസ്. വാട്ട് വുഡ് ബി ദ ലെറ്റർ ലൈക്ക്? റൈറ്റ് ഇറ്റ് ബിലോ. അപ്പോൾ അത് എങ്ങനെയായിരിക്കും? ആ ബോയ് വിസിറ്റ് ചെയ്ത് നമ്മൾ കണ്ടതാണല്ലോ. അവൻ പോയപ്പോൾ നമ്മളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയായിരുന്നു അവൻ്റെ എക്സ്പീരിയൻസ്? അവൻ എങ്ങനെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് എന്തൊക്കെ എക്സ്പീരിയൻസ് ആയിരിക്കും പങ്കുവയ്ക്കുക എന്ന് പറഞ്ഞാൽ ലെറ്റർ എഴുതി നമ്മൾ അതിലോട്ട് എഴുതണം. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോവാം. ആക്ടിവിറ്റി 10. Prepare a magazine on the topic Save Planet Earth. You can include the following items in your magazine. അപ്പോൾ നമ്മളൊരു മാഗസിൻ ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. അതായത് സേവ് പ്ലാനറ്റ് എർത്ത്, നാച്ചുറിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ മാഗസിൻസിൽ നമ്മൾ പോയംസ് ആഡ് ചെയ്യണം, പോസ്റ്റേഴ്സ് ആഡ് ചെയ്യണം, സ്റ്റോറീസ് ആഡ് ചെയ്യണം, സ്ലോഗൻസ് ആഡ് ചെയ്യണം. സ്ലോഗൻസ് എന്ന് പറഞ്ഞാൽ സേവ് ട്രീസ്, സേവ് അവർ ലൈഫ്സ് അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ റിഡിൽസ് ആഡ് ചെയ്യണം, ഡിസ്ക്രിപ്ഷൻസ്, പെയിൻറ്റിങ്സ്, ക്വാട്ട്സ്, വേർഡ് പസിൽസ് എല്ലാം ആഡ് ചെയ്യണം.
Activity 11. Find the words that convey the same idea and the right and then the space provided. അപ്പോൾ നമുക്ക് ഒരു സെയിം ഐഡിയ കൺവേ ചെയ്യുന്ന വേർഡ്സ് ഈ സ്പേസിലൊക്കെ എഴുതാനാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ വാക്ക്, മാർച്ച്, സ്ട്രൈഡ്, പിന്നെ അതെ സ്ട്രോൾ, സ്റ്റെപ്പ്. അടുത്തത് സ്റ്റോപ്പ്, പിന്നെ എന്തൊക്കെയാണ് സ്റ്റോപ്പ്, കീസ്, CEASE, പിന്നെ ഹാൾട്ട്, പിന്നെ പൗസ്, ഫിനിഷ്. അടുത്തത് ആസ്ക്, ഡിമാൻഡ്, ക്വസ്റ്റ്യൻ, റിക്വസ്റ്റ്, എൻക്വയർ അങ്ങനെയൊക്കെ പറയും. പിന്നെ ഡിസൈഡോ, ഡിറ്റർമിൻ, കൺഫേം, റിസോൾവ്, സെറ്റിൽ. ഇതൊക്കെയാണ് വരുന്നത്. സിനോണിം കൊടുത്തിട്ടുണ്ട്. വേർഡ് ഓർ ഫ്രേസ് വിച്ച് ഹാസ് ബി ദ സെയിം ഓർ നിയർലി സെയിം മീനിങ് ആസ് ദാറ്റ് ഓഫ് ദ അനദർ വേർഡ്. നമ്മൾ ഈ അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഈ സെൻറ്റൻസ് നോക്കാന്നാണ്. വേർഡ്സ് വിച്ച് ഡിസ്ക്രൈബ് നൗൺസ് ഓർ പ്രൊനൗൺസ് ആർ ടേൺഡ് ആസ് ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ഓർ അഡ്ജക്റ്റീവ്. പിന്നെ ഏതൊക്കെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്സ്, അതാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സ്റ്റഡി വർക്ക്ഡ് അലോൺ ദ സ്റ്റോണി പാത്ത്, പെർഫെക്റ്റ് സ്റ്റഡി. അപ്പോൾ ഇതിൽ കുറേ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്സ് ഉണ്ട്. അപ്പോൾ അതിൽ 2 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. വിച്ച് സെൻറ്റൻസ് ടെൽസ് യു മോർ അബൌട്ട് ദ പ്ലേസ് ആൻഡ് ദ ബോയ്. ഏത് സെൻറ്റൻസാണ് ഏറ്റവും കൂടുതൽ പ്ലേസിനെ കുറിച്ചും എല്ലാം പറഞ്ഞു തരുന്നത്? പ്ലേസിനെ കുറിച്ചും ബോയിനെ കുറിച്ചും പറഞ്ഞു തരുന്ന വേർഡ്സ് ആണ് ഇതിൽ ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ദ യങ് barefooted sturdy boy walked along the stony path. The young barefooted sturdy boy walked along the stony path. ഇനി അടുത്തത് circle the words that give more ഇൻഫോർമേഷൻ തരുന്ന വേർഡ്സ് ഒക്കെ നമുക്ക് നല്ലപോലെ നമുക്ക് മനസ്സിലാക്കി തരുന്ന വേർഡ്സ് ആണല്ലേ ഇതാക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് നമുക്ക് ബോയ് യങ് ആണെന്ന് പറഞ്ഞു തരുന്നുണ്ട്, ബേർഫൂട്ടഡ് ആണെന്ന് പറഞ്ഞു തരുന്നുണ്ട്, സ്റ്റേഡി ആണെന്ന് പറഞ്ഞു തരുന്നുണ്ട്, പിന്നെ പാത്ത് മുഴുവനും സ്റ്റോണി ആണെന്നും പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ 4 വാക്കുകളാണ് അതിൻ്റെ ആൻസർ. ഇനി ബി. ഹിയർ ഈസ് ആൻ എക്സ്ട്രാക്ട് ഫ്രം ദ സ്റ്റോറി ഹൗ ഫാർ ഇസ് ദ റിവർ, റീഡ് ഇറ്റ് കെയർഫുള്ളി. അപ്പോൾ നമ്മളിത് നല്ലപോലെ വായിച്ചിട്ട് now pick out the described words and naming words from the excerpt and stick on the bags given below. One it has been done for you. അപ്പോൾ ഇതിൽ നിന്നുള്ള ഡിസ്ക്രൈബിംഗ് വേർഡ്സും നെയിമിംഗ് വേർഡ്സും എല്ലാം നമ്മൾ ഈ ബാഗിൽ എഴുതി വെക്കണം. അതാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് എല്ലാം ഡിസ്ക്രൈബിംഗ് വേർഡ്സിൻ്റെ ഇതിൽ എഴുതി വയ്ക്കണം. ഇതിൽ നെയിമിംഗ് വേർഡ്സ് എല്ലാം നെയിമിംഗ് വേർഡ്സ് ഇതെല്ലാം എഴുതി വെക്കണം. അപ്പോൾ നമ്മളതെല്ലാം ഓണായിട്ട് ചെയ്യാനുള്ളതാണ്, നമ്മുടെ തന്നെ ചെയ്യാനുള്ളതാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞത് ശരിയാവില്ലല്ലോ. അടുത്തത് റീഡ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പാത്ത് ആൻഡ് ടേക്ക് നോട്ട് ഓൺ ദ വേർഡ്സ് ഇൻ ബോൾഡ്. ഇത് പാത്തിനെ കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ്. അപ്പോൾ ഈ ഒരു വേർഡ്സ് ഭയങ്കര കട്ടിയായിട്ട് എഴുതിയ വേർഡ്സൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ. ആ വേർഡ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ലുക്ക് അറ്റ് ദ സെൻറ്റൻസ് ദ പാത്ത് ദ റിവർ ഡ്രോപ്പ് സ്റ്റീപ്ലി. അതെവിടെയുള്ള ദ പാത്ത് ദ റിവർ ഡ്രോപ്പ് സ്റ്റീപ്ലി. വിച്ച് വേർഡ് ഷോസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ പാത്ത് ആൻഡ് ദ റിവർ. ഏത് വേർഡാണ് നമുക്ക് നല്ലപോലെ
പാത്തിനെയും റിവറിനെയും കുറിച്ച് പറഞ്ഞിരുന്ന വേർഡ്സ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. പാത്തിനെയും റിവറിനെയും കുറിച്ച് പറയുന്നത് ഓണായിട്ട് എഴുതാറുള്ളതാണ്. എന്നാലും ഞാൻ കുറച്ച് ക്ലൂസ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ വിച്ച് വേർഡ് ഷോസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ പാത്ത് ടു ദ റിവർ? അപ്പോൾ ഏത് വേർഡാണ് പാത്തിനെയും റിവറിനെയും റിലേഷൻ ആ ഒരു ഡിഫറൻസിനെ ഒക്കെ കുറിച്ച് പറയുന്ന വേർഡ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അടുത്തത് ദ വേർഡ് ടു വേർഡ്സ് ലൈക്ക് ഇൻ ടു ബയോൺ എക്സെട്ര ആർ ദ പ്രിപ്പോഷൻസ്. അപ്പോൾ ടു ഇൻ ടു ബയോൺ എന്ന് പറയുന്ന 3 ഇത് കണ്ടല്ലോ. വേറെ ഉണ്ട്, ബൈ, നിയർ, അതൊക്കെ പ്രിപ്പോസിഷൻസ് ആണ് എന്നാണ് പറയുന്നത്. ലാസ്റ്റ് പേജാണ്. സപ്ലൈ ദ മിസ്സിംഗ് പ്രിപ്പോസിഷൻസ് ഓൺ ദ signboard. Supply the missing prepositions on the signboards. Do not park dash double yellow lights. Do not park on double yellow lines. Don't drive dash the park. Don't drive in the park. Walk dash the right, drive dash the left. Walk on the right, drive on the left. Keep away dash wild animals. Keep away from wild animals. Highly inflammable, handle dash care. Highly inflammable, handle with care. Beware dash dogs. Beware of dogs. Look at the picture and write a paragraph using prepositions. The first sentence is given for you. ഈ പിക്ചർ നോക്കിയിട്ട് നമ്മളൊരു പാരഗ്രാഫ് എഴുതണം യൂസിങ് പ്രിപ്പോസിഷൻസ്. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ സെൻറ്റൻസ് തന്നിട്ടുണ്ട്. ദ ഓൾഡ് മാൻ ഈസ് സിറ്റിംഗ് ഓൺ എ ബെഞ്ച്. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പോസിഷൻ ഏതാണ്? അതെ, ഓൺ. ബാക്കിയുള്ളത് നമ്മൾ എഴുതണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് അടുത്ത ചാപ്റ്ററാണ്. അപ്പോൾ നമ്മുടെ ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.